നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് മെയിനായിട്ട് നോക്കാം. ഒരു ആഴ്ചയിൽ നമുക്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്, ഇതൊക്കെ നമുക്ക് നോക്കണം. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസ് ഒന്നും കാണാത്തവരൊന്ന് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിന്റെ ഒരു അപ്ഡേഷൻ നൽകി വരുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിന്റെ ഓരോ മൂവ്മെന്റും ഏതൊരു ട്രെൻഡിലാണ്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ലെവല് മുകളിലേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മളൊരു ഷോർട്ട് ടൈം ബൈയിലേക്ക് നമ്മൾ കടന്നിരുന്നു. ഈ ഒരു ലെവലിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. നമ്മുടെ റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം വളരെ സ്ട്രോങ് ആയിട്ടൊരു അപ്പ് മൊമെന്റമാണ് മാർക്കറ്റിൽ കണ്ടിന്യൂഷൻ നടത്തിയിരുന്നത്. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നു. ആ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമ്മളൊരു ബൈർ ഓപ്പർച്യൂണിറ്റി നമ്മൾ പിന്നെ സൂചിപ്പിച്ചിരുന്നത്. നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ അലേർട്ട് നൽകിയിരുന്ന ഏരിയയാണ്. നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് അലേർട്ട് നൽകിയിരുന്നു. കൃത്യമായിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ ആ ഏരിയയിലാണ് നമ്മൾ അലേർട്ട് പോലെ നമ്മളത് നൽകിയിരുന്നു. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഇനി ക്ലോസിംഗ് നിലനിർത്തിയാലാണ് നമ്മളൊരു ഫർദർ ആയിട്ട് ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നൽകിയിരുന്നത്. മാത്രമല്ല നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത് ബ്രേക്ക് ചെയ്തു. 410 410 സപ്പോർട്ട് നൽകിയിരുന്നത്. ആ ഒരു സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവലിൽ നിഫ്റ്റി നിലനിർത്തി. അപ്പൊ ക്ലോസിംഗ് ലെവലിൽ നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇത് ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സലാണ്. ഇത് ഈ ഒരു അപ്പ് മൊമെന്റം എന്ന് പറയുന്നത് ഷോർട്ട് ടൈം മൊമെന്റ് ആണ്. ഷോർട്ട് ടൈം ബൈ മൊമെന്റ് ആണ്. താൽക്കാലികമായിട്ടൊരു ബൈ മൊമെന്റ് ആണ്. ലോങ് ടൈമിലേക്ക് ബൈയിലേക്ക് കടന്നിട്ടില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൊമെന്റ് നടക്കുമ്പോഴും നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ലോങ് ടൈമിലേക്ക് നിഫ്റ്റി കടന്നിട്ടില്ല. അതായത് ലോങ് ടൈം ഫ്രെയിമിലെല്ലാം നിഫ്റ്റി നെഗറ്റീവ് തന്നെയാണ് ട്രെൻഡ്. താൽക്കാലികമായിട്ടൊരു അപ്പ് മൊമെന്റ് ആയിരുന്നത്. ആ ഒരു അപ്പ് മൊമെന്റം നിഫ്റ്റി 23,410 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ റിവേഴ്സായി, ലോങ് ടൈം റിവേഴ്സായി. നമ്മൾ ഈ ഒരു ലെവലൊക്കെ അലേർട്ട് നൽകിയിരിക്കുന്ന ഏരിയ ആണ്. കഴിഞ്ഞ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, തുടർച്ചയായിട്ട് സപ്പോർട്ട് താഴെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് ബൈയുടെ ഒരു സിംപ്റ്റം അല്ല, ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യലല്ല, മെയിൻ ആയിട്ടുള്ള ഒരു ഫാളിലേക്കുള്ള ഒരു സാധ്യതയാണ്. കാരണം ഇതിന്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് മാർക്കറ്റ് സഡൻ ആയിട്ടുള്ള ഒരു ഫാളിനുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണ് നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം സപ്പോർട്ടിന്റെ ഒരു താഴെയാണ് എപ്പോഴും നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്പോർട്ടിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വീക്ക്നെസ് ആണ്. മാർക്കറ്റ് ഫാളിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. നമ്മൾ എന്തൊരു ന്യൂസ് നോക്കിയാലും ഇല്ലെങ്കിലും കൃത്യമായിട്ട് നമുക്ക് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്കനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതിന്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ വീക്ക്നെസ് തന്നെയാണ്, ഷോർട്ട് സെല്ലിന് തന്നെയാണ് ലോങ് ടൈം വ്യൂവിൽ നമ്മളെപ്പോഴും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. ഇതേ രീതിയാണ് നമ്മൾ ഇവിടെയും കണ്ടിരുന്നത്. അതായത് റെസിസ്റ്റൻസിന്റെ മുകളിൽ നിലനിൽക്കുമ്പോൾ, അതായത് ഈ ഒരു വലിയൊരു ഫാള് വന്നിരിക്കുന്ന സമയത്ത് ഗ്യാപ് ഡൗൺ വന്ന് ഹോൾഡ് ചെയ്യുന്നത് സപ്പോർട്ടിന് താഴെയാണ്. അപ്പോൾ സപ്പോർട്ടിന് താഴെ ഹോൾഡ് ചെയ്യുന്നത് നെഗറ്റീവ് ആണ്, വീക്ക്നെസ് ആണ്. താൽക്കാലികമായിട്ട് 1-2 ദിവസം അവിടെ ബൗൺസ് ചെയ്ത് നിലനിർത്തിയാലും സ്റ്റിൽ സപ്പോർട്ടിന്റെ താഴെയാണ് അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാള് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യേണ്ടി വന്നു. അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് കഴിഞ്ഞ ദിവസവും ഇവിടെ മാർക്കറ്റിൽ സംഭവിച്ചത്. നമ്മളത് വ്യക്തമായിട്ട് അത് സൂചിപ്പിച്ചിരുന്നു. ഇതിന് താഴെ ഹോൾഡ് ചെയ്യുമ്പോൾ എപ്പോഴും വീക്ക്നെസ് ട്രെൻഡാണ്, വലിയ പ്രോഫിറ്റ് വീക്ക്നെസ് സാധ്യതയാണ്. അപ്പോൾ നിഫ്റ്റിയിലായാലും നമ്മൾ ഈ ഒരു ലെവലിൽ നിലനിർത്തുമ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നിഫ്റ്റിക്ക് ഇനി ഈ ഒരു ലെവലിലൊന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുകളില്ല. ഇനി സപ്പോർട്ടുകൾ വരുന്നത് ഈ ഒരു ഏരിയയിലാണ് സപ്പോർട്ടുകൾ. ഇൻ കേസ് ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു ഈ ഒരു ഏരിയയിലാണ്, ലോവർ ലെവലിലാണ് സപ്പോർട്ട് വരുന്നത്. ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഈ ലെവലിൽ വിട്ട് കഴിഞ്ഞാൽ ഇനി അടുത്ത സപ്പോർട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് സപ്പോർട്ട് ഇവിടെയാണ്. കാരണം ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു തന്നെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ടായിരിക്കും, ജസ്റ്റ് 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള രീതിയാണ്, മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷനാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ എപ്പോഴും മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ എപ്പോഴും ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. എപ്പോഴും അതിനനുസരിച്ചാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡ് ചെയ്യുന്ന പ്ലാനുകളൊക്കെ എപ്പോഴും നൽകേണ്ടത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലില് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ലോവർ ലെവലിലേക്ക് വരുന്ന ഒരു സമയത്ത് 22,700 മുതൽ തന്നെ ലോവർ ലെവലിലേക്ക് വന്നാലും ഈ ഒരു ഏരിയ മാർക്കറ്റിൽ ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. താൽക്കാലികമായിട്ടൊരു ബൗൺസിന് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണ് പറയുന്നത്. താൽക്കാലികമായിട്ടുള്ള ഒരു ബൗൺസിന് സാധ്യമായിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ ബൗൺസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. നമ്മൾ ബൗൺസിന്റെ ഓപ്പർച്യൂണിറ്റി ആയാലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആയാലും യൂട്ടിലൈസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിന് മുകളിലേക്ക് ഇപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ 1-2 ദിവസം ഹോൾഡ് ചെയ്തതിന് ശേഷം നിഫ്റ്റി ഈ ഒരു ലെവലിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല ഒരു മൊമെന്റത്തിന് സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 22,200 അതേപോലെ തന്നെ 22,700 ഈ ഏരിയയുടെ ഇടയിൽ മാർക്കറ്റ് ഒരു ബൗൺസ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തും. അതിനുശേഷം ഇതിന്റെ മുകളിലേക്ക് 22,700 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റിൽ ഒരു ബൗൺസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതൊരു ബൈ ട്രെൻഡിലേക്ക് കടക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമോ എന്നൊക്കെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമുക്കത് പറയാൻ പറ്റുള്ളൂ. എന്തായാലും അടുത്ത 1-2 ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിനനുസരിച്ചായിരിക്കും നിഫ്റ്റിയുടെ ആ ഒരു മൊമെന്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതേ സിറ്റുവേഷനിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇനി ലോവർ ലെവലിൽ 22,675 അതുപോലെ തന്നെ 22,475 സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഹോൾഡിംഗ് ബേസിസിലാണ് ഈ ഒരു സപ്പോർട്ട് വർക്ക് ചെയ്യുക. അപ്പൊ ഇനിയും ഈ സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലോസിംഗ് ബേസിസിൽ അതായത് ഡെയിലി ക്യാൻഡിൽ ഇതേപോലെ ക്ലോസിംഗ് ബേസിസിൽ ഇതേ രീതിയിൽ 22,675 22,475 ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. ഇതിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി പോകുന്നുണ്ടെങ്കിൽ ട്രെൻഡ് വളരെയധികം വീക്ക്നെസ് ആണ്. മാർക്കറ്റ് സഡൻ ആയിട്ടുള്ള ഡൗൺ മൂവ്മെന്റത്തിന് തന്നെയാണ് സാധ്യത. പക്ഷെ ഈ ഒരു സപ്പോർട്ട് നിലനിർത്താനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് ഈ ഒരു ലെവലിൽ മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നത്. പ്രൈസ് ആക്ഷൻ ലെവലായിട്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് നിലനിർത്തേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്തിട്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. മാത്രമല്ല 52,000 എന്ന് പറയുന്നതാണ് ഈ ഒരു ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. 52,000 മുകളിൽ ക്ലോസിംഗ് ബേസിസിൽ ഒരു കാല് നിലനിർത്തിയാലാണ് ഇനി ഫർദർ ആയിട്ടുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പൊ ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു ബൗൺസ് താൽക്കാലികമായിട്ടുള്ളൊരു ഇൻട്രാഡേ ഒരു ബൗൺസ് മാത്രമാണ്. പക്ഷെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി 52,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് കുറച്ചും കൂടി ഒരു സാധ്യതയുണ്ട്. ബൈയുടെ ഒരു മൊമെന്റത്തിന് സാധ്യതയുണ്ട്. ആ രീതിയിൽ മാനേജ് ചെയ്യുക. വീക്ക്നെസ് 51,100 താഴത്തേക്ക് ഇനി ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തണം ചെയ്യാം. ഇൻട്രാഡേ നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ സംഭവിച്ചത് നോക്കുക. നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. രാവിലത്തെ ഒരു ഓപ്പണിംഗിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ, അതായത് നമ്മളെ സപ്പോർട്ട് ഇത് കഴിഞ്ഞ ദിവസത്തിൽ അപ്ഡേറ്റ് ചെയ്താണ്. ഈ ഒരു ക്യാല് തന്നെ ഓപ്പണിംഗ് ക്യാല് തന്നെ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് 23,130 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിന്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്താൽ അതിന്റെ തലേദിവസം അതിന്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. ഇപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്നപ്പോൾ എന്തുകൊണ്ട് ബൗൺസ് ചെയ്തു എന്നുള്ളത് എക്സാക്റ്റ് ആയിട്ട് അവിടെ കാണിച്ചു തന്നിരുന്നു. ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്നപ്പോൾ എന്തുകൊണ്ട് മാർക്കറ്റ് സഡൻ ഫാള് മാർക്കറ്റിൽ വന്നു എന്നുള്ളത് ഇന്നലത്തെ മാർക്കറ്റുകൾ കണ്ടു കാണും. അതായത് റൈറ്റ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരുന്നു. ഇവിടെ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിരുന്നു. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. അതിനനുസരിച്ചാണ് മാർക്കറ്റ് അവിടെ ആക്ട് ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ സഡൻ ഫാളായിരുന്നു. മാർക്കറ്റിന്റെ എൻഡ് വരെ ഫാളായിരുന്നു. നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. 23,130 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിന്റെ എൻഡ് വരെ മാർക്കറ്റിൽ ഒരു ഫാളിനാണ് സാധ്യത. അവസാനം വരെ മാർക്കറ്റിൽ ഫാളിന് മാത്രമാണ് ഇമ്പോർട്ടന്റ് നൽകിയിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് മാർക്കറ്റിൽ മാനേജ് ചെയ്യേണ്ട റൈറ്റ് സപ്പോർട്ട് 22,900 ഹോൾഡ് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നതെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ചെറിയ ചെറിയ റെസിസ്റ്റൻസുകൾ ഈ ഒരു ലെവലിലുണ്ട്.
22,940 പക്ഷെ നമ്മൾ ഈ ഒരു ലെവലില് ഒരു സഡൻ ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ റെസിസ്റ്റൻസ് നമ്മൾ എടുത്തിരിക്കുന്നത്. സഡൻ ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെന്റ് സാധ്യത ഈ ഒരു ലെവലില് കുറവാണ്. അപ്പൊ 22,940, 975 ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇൻ കേസ് ബൈരോ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്താൽ അത് സേഫ് ആയിരിക്കും. അപ്പോൾ 22,900 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പണിംഗ് ക്യാനിൽ തന്നെ ഇതിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് വരുന്നു. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് 22,850 സപ്പോർട്ട് കാണുന്നത്. 850 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 850 താഴെ 810 സപ്പോർട്ട് കാണുന്നത്. 22,810 നല്ല സപ്പോർട്ട് ലോവർ ലെവലാണ്, നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഇവിടെ നല്ലൊരു സപ്പോർട്ട് വരുന്നത് 22,700 തൊട്ട് താഴെയാണ്, 22,680. അപ്പൊ നിഫ്റ്റി ഇൻ കേസ് ലോവർ ലെവലിലേക്ക് പോയി 22,680 താഴത്തേക്ക് പോയി, അതിനുശേഷം വീണ്ടും 680 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യും. ഇത് നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ പറഞ്ഞിരിക്കുന്നതാണ്, കുറച്ച് മുൻപ് പറഞ്ഞാണ് 22,675 എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രാഡേയില് 22,680 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ നമുക്ക് ഉടനെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ലെവലില് അഗ്രസീവായിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ 22,675 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. പക്ഷെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 22,680 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയിലേക്ക് കടക്കണം. ഈ ലോവർ ലെവൽ ഈ ഒരു ഏരിയ കുറച്ചൊരു ഡേഞ്ചർ സോൺ ആണ് ഷോർട്ട് സെല്ലേഴ്സിന്. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതേപോലെ തന്നെ 630, പക്ഷെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 670 താഴെ നിലനിൽക്കുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാം. 630 സപ്പോർട്ടാണ്. 630 താഴത്തേക്ക് വന്നാലും 630 ഹോൾഡ് ചെയ്ത് മുകളിലേക്ക് കയറുമ്പോൾ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വരാൻ പോകുന്ന 2 ദിവസങ്ങളിൽ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുന്നു, ഏതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് അടിസ്ഥാനമാക്കി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതേപോലെ തന്നെ 630 താഴെയാണ് നിലനിൽക്കുന്നതെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി തന്നെ ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെവലിൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ തന്നെ ബൈയിലേക്കും കടക്കുക, ബൈയിലേക്കും കൺവേർട്ടായി നിലനിൽക്കുക. ഇതാണ് ഈ ഒരു ലെവലിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ലെവല് ലോവർ ലെവൽ, ഈ ഒരു ലെവല് ഒന്ന് ഡേഞ്ചർ സോൺ ആണ്, ഷോർട്ട് സെല്ലേഴ്സിന് ഒരു ഡേഞ്ചർ സോൺ ആണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെവല് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി മാനേജ് ചെയ്യുമ്പോൾ തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ലെവലില് സപ്പോർട്ട് മൈനർ ആയിട്ടുള്ള സപ്പോർട്ടാണ് 22,730 ഈ ഒരു ലെവലിൽ നിന്ന്. പക്ഷെ അത് അത്രയും കൂടെ ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് അല്ല. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിന് 22,710 വരെ ഒരു അപ്പ് മൂവ്മെന്റത്തിന് ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി, 22,730 ഇതാണ് ഇൻട്രാഡേയിലെ സപ്പോർട്ട് വരുന്നത്. പക്ഷെ ഈ ഒരു ലെവലിൽ പ്രത്യേകിച്ച് ബൈ ഓപ്പർച്യൂണിറ്റി, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഓപ്പർച്യൂണിറ്റി എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തു നിന്നുള്ള ഓപ്പർച്യൂണിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ഈ ഒരു ലെവലിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് മാനേജ് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എപ്പോഴും റൈറ്റ് എൻട്രി എപ്പോഴും റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലിന്റെ അടുത്തുനിന്ന് യൂട്ടിലൈസ് ചെയ്യുക. മാർക്കറ്റിലെ വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.